ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊരു കാര്യം അറിയേണ്ടതുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ബുദ്ധിപരമായി അടിച്ചു മാറ്റിയ 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറടാ. നിന്റെ നിലനിൽപ്പ് നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്ക് തന്നെ. ഓ, ഇത്രയും നാളെ നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരണയോടെ നിന്നെ കൂലിയാണല്ലേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തരുന്നത്. അല്ലെങ്കിൽ എനിക്കിത് വേണം. വേണ്ടപ്പെട്ടവരെല്ലാം വെറുപ്പിച്ച് ഒപ്പത്തിനൊപ്പം നിന്ന് പലരെയും ദ്രോഹിച്ചതിന് ഒരു തിരിച്ചടി എന്നെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ അത് ഇത്രയും പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിഷ്ണു ശ്യാമയൊക്കെ പറഞ്ഞത് ശരിയാ. എന്നെ ശരിക്കും നിങ്ങളൊരു ടൂളായിട്ട് ഉപയോഗിക്കുകയായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി? കൊട്ടാരവും കെട്ടിത്തന്ന് പിന്നെ നിന്നെ അവിടുത്തെ കൊച്ചുതമ്പുരാനാക്കി ആജീവനാന്തം വാഴിക്കുമെന്നോ? ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാള് വേണമായിരുന്നു. അത് തന്നെയായിരുന്നു നീ. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നീയും നിറവേറിയില്ലേ? ഇനി ഇതില് നീ സ്വപ്നം കാണണ്ട. ഇത് ഞാൻ വിൽക്കാൻ തന്നെ തീരുമാനിച്ചതാ. ഇതിപ്പോ കുപ്പിന്ന് വന്ന ഭൂതത്തിന്റെ കഥ പോലെ ആയല്ലോ. ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങ് വാരിക്കോരി തന്നു. മറ്റൊരു സുപ്രഭാതത്തിൽ എല്ലാം തിരിച്ചെടുക്കാന്ന് പറയുമ്പോഴേ ഏതൊരാളും അനുസരിക്കാൻ ഒരു മടിയൊക്കെ കാണിക്കും. മനസ്സിലായില്ല? ഇതില് മനസ്സിലാക്കാനൊന്നുമില്ല. ആ വീട് സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. മറ്റൊരാളുടെ താല്പര്യം ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞുറപ്പിച്ച പലതും നമ്മൾ ബോധപൂർവ്വം മറന്നിട്ടില്ലേ? അതുപോലെ ഇതും അങ്ങ് മറന്നേച്ചാ മതി. അവിടെ എന്ത് ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടാവും, വിൽക്കുന്നത് ഒഴിച്ച്. ഇനി ഇക്കാര്യത്തോട് ചർച്ചയില്ല. ഇടംതിരിവാണല്ലോ അവൻ കാണിക്കുന്നത്. സംശയം വേണ്ട, പാമ്പ് തിരിഞ്ഞു കൊത്തി. ഇനിയപ്പോ നമ്മൾ കൊടുത്ത പാല് തിരിച്ചെടുക്കണം. അതെങ്ങനെ വേണമെന്ന് ഇനിയുള്ള ഇവന്റെ പോക്ക് നോക്കിയിട്ട് പറയാം. എന്നെ ചതിച്ച പിന്നെ ഇവന്റെ 16 ഉണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എടാ, അവന്റെ വണ്ടിയല്ലേ? അതെ ആശാനെ. അവൻ ഇതിന്റെ അകത്തുണ്ട്. നീ വാ. എടാ, ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചു വേണം. എവിടെയെങ്കിലും ഒന്ന് പാളിയാ എല്ലാം തീർന്നു, അറിയാലോ. കൊള്ളാം. താവളത്തിന് പറ്റിയ സ്ഥലം. നീ എന്താ ഇവിടെ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തോ കേട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നീ പറഞ്ഞോടാ. എടാ, ഇവൻ പറയുന്നത് എന്താന്ന് വെച്ചാ കേട്ടിടുവാ. വേണ്ട. ഞാനൊന്ന് ഫോൺ ചെയ്താ 3 ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാര് ഓട്ടോ അടക്കം എടുത്ത് ഇങ്ങോട്ട് വരും. എങ്ങനെ നോക്കിയാലും സാധാരണക്കാരായ ഓട്ടോക്കാരുടെ അടിയുടെ ചൂട് എന്തായാലും നിങ്ങളുടെ കയ്യിലെ പളപള തഴമ്പിനുണ്ടാവില്ല. നിന്നോടൊക്കെ പറയാ, മര്യാദക്കാണെങ്കിൽ ഞാൻ ഈ സാറിനോട് 2 വാക്ക് സംസാരിച്ച് പോയിക്കോളാം. അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഐക്യം കാണണമെന്നാണ് ആഗ്രഹമെങ്കിൽ
നമുക്ക് അങ്ങനെയാവും. എന്താ വേണ്ടേ? പറ. മാറിക്കണം അങ്ങോട്ട്. കമല, ആശാനെ, നീ ആ അനുസരണയുള്ള കൂട്ടുകാർക്ക് ഒരു കമ്പനി കൊടുക്ക. ഞാൻ ഈ സാറിനോട് രണ്ടു വാക്കൊന്ന് സംസാരിക്കട്ടെ. ദാ, എന്താ നിന്റെ ആവശ്യം? ആവശ്യം എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പൊ എനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോ നീ സമ്മതിച്ചില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾ കഴിക്കുന്നത് അരിയാഹാരം തന്നെയാ. ദേ കേട്ടോടാ മക്കളെ, ഈ ഓട്ടോ ചേട്ടൻ വന്നതേ പുതിയ ഭീഷണിയും കൊണ്ടാ. ഇങ്ങേര് അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന്. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് വന്നേക്കാം. ഞാൻ പക്ഷേ രാത്രി ഒരു ചപ്പാത്തിയാ. അത് ഈ ചേട്ടന്മാർക്ക് പിടിക്കുവോ എന്തോ. എനിക്കൊരു കാര്യം അറിയേണ്ടതുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് നീ ബുദ്ധിപരമായി അടിച്ചു മാറ്റിയ 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറടാ പറടാ, നീ എന്ത് ചെയ്യും? പറടാ. ഇവന്റെ നാവിറങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഒന്ന് കൊടുക്കണം നസീർ, അവന്റെ ചെകള നോക്കി. ഒരു ഭീഷണിക്കാരൻ വന്നിരിക്കുന്നു. എന്റെ ആശാനെ നിക്കടാ. മാറി നിക്കടാ. ആശാനെ പറയടാ.